ഹായ് ഹലോ. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഓസിയുടെ ചാനലിൽ ഷോർട്സ് നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏറെക്കുറെ ആൾക്കാരൊക്കെ എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, ഓസിയുടെ കല്യാണം എന്ന് പറയുന്നത് സെപ്റ്റംബർ 5-ാം തീയതി. ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഓസി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തിന് മുന്നേ തന്നെ ഓസി അശ്വിനും തമ്മിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് രണ്ട് കൂട്ടുകാരെന്തോ മാത്രമായിട്ട് അറിയിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. താലി കെട്ടി സിന്ദൂരം ചാർത്തുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേ അവർ പരസ്പരം വാഗ്ദാനം ചെയ്തിരുന്നു, ഞങ്ങൾ എന്ത് വന്നാലും ഇനി എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ജീവിതത്തിൽ ഒന്നിക്കുന്നുള്ളൊരു കാര്യം. അത് കല്യാണം കഴിഞ്ഞ് ഏറെക്കുറെ സേഫായ ഒരു ടൈമിൽ ഈ പറയുന്ന പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ഓസി എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ആശ്ചര്യം ഉണ്ടാവും, ചില ആൾക്കാർ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു എന്ന് പറയും, ചില ആൾക്കാർ ഒളിഞ്ഞിരുന്ന് വീട്ടിലിരുന്ന് ഈ ഒരു വീഡിയോ കണ്ട് ചിരിച്ചവർ കാണും. അതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസി മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രണയിച്ച് നടന്നിട്ടുള്ള ഒന്നിച്ചിപ്പം ജീവിക്കുന്ന ചില ആൾക്കാരും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു ആൾക്കാരുണ്ട്, ഒന്നൊന്നല്ല കുറച്ചധികം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചില ചാനലുകളിൽ കാണുന്ന സമയത്ത് അവർ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കോമഡി ഷോ ഒക്കെ കാണുന്ന സമയത്ത് അവർ അതിലൂടെ വെളിപ്പെടുത്തിയ കുറച്ച് സംഭവങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഗ്രാമപ്രദേശങ്ങളായിരിക്കും, ചിലപ്പോൾ പട്ടണം, എവിടെയോ ആയിക്കോട്ടെ, രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഒരു പക്ഷെ അവരുടെ വീടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഇവർ ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥ പ്രണയമായിരിക്കും. പക്ഷേ ഈ പറയുന്ന കണക്ക് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് പറ്റത്തില്ല. അവർക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയാണോ അതോ ധൈര്യമില്ലായ്മയാണോ, ഇനി ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പണ്ട് തൊട്ടേ ആൾക്കാർ അങ്ങനെ ചിന്തിച്ചവരുണ്ട്. അതിലും ഈ പറയുന്ന കള്ളത്തരം കാണിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ജോലി തട്ടിക്കൂട്ടി ഉറപ്പിച്ച് വരും. ഒന്ന് ഈ പറയുന്ന ഗവൺമെൻറ് ജോബായാലും എന്ത് പ്രൈവറ്റ് ജോബായാലും എന്തായാലും, എന്നിട്ട് നേരെ ആരെങ്കിലുമൊക്കെ വഴി പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് കല്യാണം ആലോചിച്ച്, ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന വീട്ടിൽ കല്യാണം ഉറപ്പിച്ചിട്ട് ഇന്ന് ഒന്നിച്ച് ജീവിക്കുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നും ആ വീട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും ഇവർ തമ്മിൽ പണ്ട് മുതലേ സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ഇവർ ചെയ്തൊരു സത്യത്തിൽ ഒരു മാരേജ് ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു വഴിയായിരുന്നു ഈ പറയുന്ന ഒരു ബ്രോക്കർ വഴി ഇത് ഒന്നിപ്പിക്കുക എന്നുള്ളതെന്ന് പലർക്കും അറിയത്തില്ല. കാരണം നമ്മൾ ചില ഷോസ് കാണുന്ന സമയത്ത് അതിനകത്ത് ചില ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ വീട്ടുകാർക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഇതിന് മുന്നേ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സെയിം കാര്യം തന്നെയാണ് ഓസിയും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഓസിയുടെ പക്കൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചില്ലല്ലേ ഉള്ളൂ. കാരണം ഓസി ഇതൊക്കെ നമുക്ക് അശ്വിനും ഓസിയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് കാണുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. കാരണം ചില ബന്ധങ്ങളെന്ന് പറയുന്നത് അങ്ങനെയാണ്. ചില ബന്ധങ്ങൾ നമുക്ക് ഭയങ്കര വീർപ്പുമുട്ടലായിരിക്കും. അത് നമുക്ക് ചിലരെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ചില ആൾക്കാരെ കാണുമ്പോൾ. കാരണം ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉള്ള സമയത്ത് നമ്മൾ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും എല്ലാ കാര്യത്തിലും, നമ്മൾ ഭയങ്കര പ്രസൻ്റ് ആയിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ചില ആൾക്കാരുടെ ഇതുണ്ടല്ലോ, നമ്മളൊരു കംഫർട്ട് സോണിലായിരിക്കും ചില ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ള സമയത്ത്. ഇനി മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലത് സംസാരിക്കാൻ പേടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാൻ പോലും പേടിയാണ്. നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ട്. ഈ പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, വല്ലാത്ത തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിലേക്കാൾ ഏറ്റവും ഈ ഒരു സാഹചര്യത്തിൽ പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ജെൻസൻ്റെയും ശ്രുതിയുടെയും കാര്യമാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, മറ്റൊരു വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. നമ്മുടെ ഇപ്പം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലെ രാത്രി മരിച്ചുപോയ ജെൻസൺ, ശ്രുതി, മറ്റേ നമുക്കറിയാവുന്ന കാര്യമാണ്, വയനാട്ടിൽ ആ ഒരു ദുരന്തത്തിൽ ആ ദുരന്തത്തെ, ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അങ്ങനെ 9 പേരടക്കമുള്ള ഫാമിലി മൊത്തം നഷ്ടപ്പെട്ടിട്ട് അവളെ ചേർത്ത് പിടിച്ച ഒരു പയ്യനാണത്. പക്ഷെ കഴിഞ്ഞ ദിവസം ദൈവം അല്ലെങ്കിൽ വിധി അവനെ തട്ടിയെടുത്തുകൊണ്ട് പോയതാണ്. അപ്പം 10 വർഷക്കാലത്തെ പ്രണയം, അവർ പൂവണിയാനിരുന്ന ആ പ്രണയത്തെ പെട്ടെന്ന് ഈ പറയുന്ന അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഒരു പ്രണയം എന്ന് പറയുന്നത് അതിന് എത്ര പവിത്രത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര കളങ്കമില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അത് ഒന്നിക്കണമെങ്കിൽ ഒരു യോഗം തന്നെ വേണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ യോഗം ഉള്ള ആൾക്കാരുണ്ട്, ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ആ ഇല്ലാതായ ആൾക്കാർക്ക് കൃത്യമായിട്ട് അതിൻ്റെ വില അറിയായിരിക്കും. അങ്ങനെ നമുക്ക് ഒന്നിക്കാൻ പറ്റാതായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മരണത്തിലൂടെ ആയിരിക്കും വേർപ്പെട്ടിട്ടുള്ളത്, ചിലപ്പം ചില ആൾക്കാരുടെ കളികളിലൂടെ ആയിരിക്കും, ഇടയ്ക്ക് കയറി കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ചില ആൾക്കാർ, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആ ബന്ധങ്ങൾ തകർന്നിരിക്കുക എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പക്ഷേ ഇന്ന് മറക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരുപാട് പേര്, ചില സമയത്ത് നമുക്ക് പിന്നീട് കിട്ടുന്ന ജീവിതത്തിലെ പങ്കാളി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സന്തോഷം തരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിച്ച് കഴിയുന്ന കുറേ പേരുണ്ടായിരിക്കും. അവനായിരുന്നെങ്കിൽ ഞാൻ നേരെ ആയിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്തും പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും മന്ത്രിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ആയിരുന്നെങ്കിലെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഓസിയുടെ ജീവിതം എത്ര ലക്കിയാണ്. കാരണം ഓസി നേരത്തെ ഉണ്ടായിരുന്നത് ഒരു കംഫർട്ട് സോണിലാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഓസിയുടെ പല വീഡിയോസ് ഉണ്ട്. പക്ഷേ അശ്വിൻ കൂടെ എത്തിയതിനു ശേഷം
ഭയങ്കര ഫ്രീഡം കിട്ടിയാണ്. ഫ്രീഡം എന്നല്ല, എന്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്, എപ്പോഴും ഹാപ്പി മൂഡിലാണ്. പിന്നെ അവൾക്ക് തന്നെയായിട്ട് സ്വന്തമായിട്ട് ഒരു കരിയർ കെട്ടിപ്പടുത്താനായിട്ട് സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു സംഭവം ഗ്രോത്ത് വന്നത് അതിന് ശേഷമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പണമോ പത്രാസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കര ഒരു സെലിബ്രിറ്റി കല്യാണം കഴിക്കുക, അതിലപ്പുറത്തേക്ക് മനസ്സ് നന്നായിട്ടിരിക്കുന്ന ഒരാളെ നമ്മുടെ പങ്കാളിയായിട്ട് കിട്ടുക, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ പങ്കാളിയായിട്ട് കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പം അതിലെനിക്ക് തോന്നുന്നു ഓസി 100% അല്ല, അതിനുപരി വിജയിച്ചൊരു വ്യക്തിയാണ്. കാരണം അശ്വിനെ കാണുന്ന സമയത്ത് ഒരു ഗുഡ് പേഴ്സൺ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നല്ല മര്യാദയുള്ള മാന്യനായിട്ടുള്ള ഒരു പയ്യൻ എന്ന് മാത്രമേ നമുക്കത് കാണുന്ന സമയത്ത്. അതിലപ്പുറത്തേക്ക് ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കൃഷ്ണകുമാറിനെ കുറിച്ച് ആ പയ്യൻ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത്. ഒരു അമ്മായിയപ്പനെ പറ്റി ഒരു മരുമോൻ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കുകളാണ് ഈ പറയുന്ന അശ്വിൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ആ പയ്യൻ എപ്പോഴും ഇൻട്രോവേർട്ട് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ എന്താ പറയുന്നത്, ഒരു മര്യാദ പാലിച്ച് നിൽക്കുന്ന ഒരു പയ്യനാണ്. ഭയങ്കരമായിട്ട് എടുത്ത് ചാടി ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ചു. അപ്പം അത് കാണുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ വന്ന് നെഗറ്റീവ് പറയാറുണ്ട്. അയ്യോ ആ പയ്യനെ ഒഴിവാക്കുകയാണ്, ആ പയ്യൻ എന്തോ വല്ലാത്ത രീതിക്കാണ് നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് എന്തും പറയല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോയിന് 2 സൈഡുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ എന്ത് പോസിറ്റീവ് സൈഡുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ പോലും 99% ആൾക്കാർ അതിൽ പോസിറ്റീവ് പറയുമ്പോഴും 1% അല്ലെങ്കിൽ കൃത്യമായിട്ട് വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞിരിക്കും. അത് സർവ്വസാധാരണമായിട്ട് ഈ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ വലിയ വകവയ്ക്കേണ്ട കാര്യമില്ല. അവർ നല്ല ഹാപ്പി മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഓസി കല്യാണം കഴിച്ച സമയത്ത് എന്താ പറയുന്നത്, അതിനേക്കാളും ഭയങ്കര മേക്കപ്പിലൊക്കെ ഒരുങ്ങി ഭയങ്കരതായിട്ട് കല്യാണ പെണ്ണിലെ പോലെ ഒഴുകിയത് സഹോദരങ്ങളാണ്. അങ്ങനെ കുറച്ച്, കാരണം നെഗറ്റീവ് പറയാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഒന്നാമത്തെ കാര്യം, അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നതിലുപരി എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് താരങ്ങളായിട്ട് നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് അവരെന്ന് പറയുന്നത്. അഹാന ഒരു സെലിബ്രിറ്റിയാണ് സിനിമയിലൂടെ, അങ്ങനെ ആണെങ്കിൽ കൂടി ബാക്കി 3 പേര് എനിക്ക് തോന്നുന്നു അഹാനയോടൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ആ 3 പേരും. അവർ 4 പേരും ഒരേ രീതിക്ക് തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയ വഴിയാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ അവർ എല്ലാവരിലേക്ക് എത്തി തുടങ്ങി അല്ലെങ്കിൽ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പം അവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ അവരുടെ കല്യാണം അവരുടെ ചോയ്സാണ്, എങ്ങനെ ഒരുങ്ങണം എങ്ങനെ എടുക്കണം എന്നുള്ളത്. പിന്നെ അവർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് യൂട്യൂബ് ആയാലും അവരൊരു കൃത്യമായിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് കണ്ടുകൊണ്ടെങ്കിൽ അവർ എക്സ്പ്ലോർ ചെയ്യുകയാണ് പല വിധത്തിലുള്ള അവരുടെ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ സന്തോഷ നിമിഷങ്ങൾ, അല്ലെങ്കിൽ അവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമോ അതെല്ലാം. അങ്ങനെ ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന, പെൺകുട്ടിയോ ആൺകുട്ടിയോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം അവർ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതിലൂടെ അവർക്ക് അവരുടെ സന്തോഷം നിറവേറുന്നുണ്ട്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഏണിങ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട കാര്യമില്ല, അച്ഛൻ്റെയോ അമ്മയുടെയോ കയ്യിൽ നിന്ന് അവരുടെ സമ്പാദ്യം പിടിച്ചു വാങ്ങേണ്ട കാര്യമില്ല. അവരവരുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവരവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റുള്ളവർ തലകേറിയിട്ട് ഈ പറയുന്ന അയ്യോ അവൾ കൂടുതൽ ഒരുങ്ങിപ്പോയി അല്ലെങ്കിൽ അവൾ കുറഞ്ഞു ഒരുങ്ങിപ്പോയി എന്ന് പറയേണ്ട കാര്യമില്ല. ഓസിക്ക് ഓസിയുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡുണ്ട്, മിതത്വം പാലിച്ചുകൊണ്ട് നിൽക്കും. നമുക്ക് അവരുടെ കൃത്യമായിട്ട് അവരുടെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഓരോ ആൾക്കാരും എങ്ങനെയാണെന്ന്. അഹാനെ കുറച്ച് പക്വതയായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ പക്വമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മെച്യൂരിറ്റി അത്യാവശ്യം ഈ പറയുന്ന നല്ല രീതിക്കുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്നത്. ഓസിയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂളായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആരും നെഗറ്റീവ് പറഞ്ഞാലും ആരും പോസിറ്റീവ് പറഞ്ഞാലും എല്ലാത്തിനെയും ഒരേപോലെ ഒരു കംഫർട്ട് സോണിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇഷാനിയുടെ വീഡിയോസ് ഞാൻ അധികം കാണാറില്ല, കണ്ടിട്ടുമില്ല. ഇഷാനിയുടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇഷാനി നല്ലപോലെ സംസാരിക്കും, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് വെച്ച് അത്രേ പറയാൻ പറ്റൂ. പിന്നെ നമ്മുടെ ഹൻസിക്കുട്ടിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നോട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്, ഒരു കുഞ്ഞുകുട്ടി അത്രയേ തോന്നിയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇവരെ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരവരുടെ സ്വന്തം കാശിന് അവരുടേതായിട്ടുള്ള ജീവിതം എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും ചില ആൾക്കാർ അവരെങ്കിൽ ചൊറിയാൻ ചെല്ലുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഉണ്ടപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് അടിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് ഒന്നുമല്ല തോന്നിയത്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് മൂഡിലാണ് ഇതൊന്ന് കാണാൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നിയത്. ബിക്കോസ് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സെപ്റ്റംബർ 5 ഓസിയുടെ കല്യാണം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 5 തന്നെയാണ് എൻ്റെ കല്യാണവും കഴിഞ്ഞെന്ന് പറഞ്ഞത്. ഈ ഒരു സെപ്റ്റംബർ 5 5ാമത്തെ വിവാഹ വാർഷികമായിരുന്നു എൻ്റെ എന്ന് പറഞ്ഞത്. അപ്പം കൂടുതൽ സന്തോഷമുള്ളൊരു ഡേറ്റാണ് അത് കേൾക്കുന്ന സമയത്ത്. പിന്നെ ഈ പറയുന്നതാണെങ്കിൽ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ മറച്ചു ഒളിച്ചൊക്കെ വെക്കുമല്ലോ ചില കാര്യങ്ങളിൽ. അവർ ചിലപ്പോൾ അതിന് മുന്നേ ഒന്നിച്ചായിരിക്കും, ചിലർക്കൊക്കെ അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു.